സഖാഫീസ് കൗൺസിൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമായ പ്രഭാഷണ രംഗത്തിലെ വിപ്ലവമായ സൈനി ഉസ്താദ് സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസലവാത്തുല്ലാഹി വസലാമുഹു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. വളരെ ആദരവുള്ള സയ്യിദ് അവറുകൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മർഹൂം ഷരീഫ് സഖാഫിയുടെ കുടുംബാംഗങ്ങൾ, മുതഅല്ലിമുകൾ, എല്ലാ സ്നേഹജനങ്ങൾ, നമ്മിൽ നിന്ന് നമ്മളാരും പ്രതീക്ഷിക്കാതെ പിരിഞ്ഞു പോയ ഒരു സുഹൃത്താണ് ബേണപ്പൂർ ഷരീഫ് സഖാഫി എന്ന സഹോദരൻ. അദ്ദേഹത്തിന് ചെറിയൊരു ഹൃദയ സംബന്ധമായ അറ്റാക്ക് വന്നു. അതിനാവശ്യമായ ചികിത്സകളൊക്കെ നടത്തി അദ്ദേഹം സുഖം പ്രാപിച്ചു. നാട്ടിലേക്ക് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് രണ്ടാമതും ഒരു ഹൃദയാഘാതം സംഭവിച്ചു. ആ ഹൃദയാഘാതത്തിൻ്റെ കടുപ്പം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിനും ബ്രെയിനിനും ആഘാതം സംഭവിച്ചു. ദിവസങ്ങളോളം അദ്ദേഹം ആ ഒരവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി ആശുപത്രിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പൊരുതി. അങ്ങനെ ഒരാഴ്ചയോളം അതിനുള്ള ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നിഷ്ക്രിയമായ തലച്ചോറ്, അദ്ദേഹത്തിൻ്റെ സ്തംഭിച്ചുപോയ ബ്രെയിന് അതിനെ വീണ്ടും ശരിയായ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ 4.5 പതിറ്റാണ്ട് കാലം വളരെയധികം ഖൈറായ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുതഅല്ലിമായി, മുദർരിസായി, മുഅല്ലിമായി, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായി, സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകനായി, ഇസ്ലാമിക ദഅവത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നു. സാഗർ സോൺ SYSന്റെ പ്രസിഡന്റായി, ഷിമോഗ ജില്ലയിലെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടനകൾ സജീവ സാരഥിയായി, മർക്കസുൽ ഉലൂം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ 17 കൊല്ലത്തോളം അതിൻ്റെ മാനേജറായി ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി നല്ല പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നിരവധി ആളുകൾ വിശുദ്ധ ദീനിന്റെ വെളിച്ചം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാ സമയങ്ങളിലും ദീനിന്റെ ദഅവത്തിനെ പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു സഹോദരനാണ്. ഒരാഴ്ചക്കാലം അദ്ദേഹം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായി. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി ദുആ സംഘടിപ്പിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ വിധി അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കാനായിരുന്നു. വിശുദ്ധ അറഫയുടെ ദിവസം, വെള്ളിയാഴ്ചയുടെ ദിവസം, ജുമാക്ക് തൊട്ട് മുമ്പ് 12:15 അദ്ദേഹം നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ട് 40 ദിവസം തികയുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഈ സദസ്സ് അദ്ദേഹത്തിൻ്റെ ആഖിറത്തിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാകും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട ആദമാക്ക ആലിമീങ്ങളോട്, മുതഅല്ലിമീങ്ങളോട്, സയ്യിദുമാരോട് ഏറ്റവും അധികം സ്നേഹമുള്ള വളരെയധികം നല്ലൊരു മനുഷ്യൻ. സുന്നത്ത് ജമാഅത്തിന് സജീവമായി പ്രവർത്തിക്കുകയും മക്കളെ മുഴുവനും ഏകദേശം ആലിമീങ്ങളാക്കുകയും എല്ലാ മരുമക്കളും ആലിമീങ്ങളായി തിരഞ്ഞെടുക്കുകയും പെൺമക്കളെ കൊണ്ടുവരുന്ന സമയത്ത് ആൺമക്കൾക്ക് ബുധനാട്ടിമാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെയും ഇൽമു പഠിച്ച, ശരീഅത്ത് പഠിച്ച പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് ഇൽമിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കാണിച്ച ഇൽമിന്റെ ഖാദിമായ ഒരു നല്ല മനുഷ്യനാണ് ആദമാക്ക. അദ്ദേഹത്തിൻ്റെ ഷരീഫ് സഖാഫിയുടെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ വാപ്പ ആദം, അങ്ങനെ കുടുംബത്തിൽപ്പെട്ട നിരവധി ആളുകളെ അദ്ദേഹം വിട്ടുപോയി. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ 4 പിഞ്ചോമന മക്കളും യതീംകളായി, ഭാര്യ വിധവയായി. അല്ലാഹു എല്ലാവർക്കും ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരല്പസ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഭാഗത്തൊരു പള്ളി കെട്ടാൻ വേണ്ടി നീക്കി വെക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പെങ്ങളുടെ മകൻ ലത്തീഫ് ക ഒരു അല്പസ്ഥലം കൊടുക്കുകയും അങ്ങനെ രണ്ടാളും കൂടി കൊടുത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പരലോക വിജയത്തിന് വേണ്ടിയും ശാശ്വതമായ നന്മ ലഭിക്കാനും വേണ്ടി ഒരു പള്ളി നിർമ്മിക്കാൻ
കുടുംബം തീരുമാനിക്കുകയും ഈ കാണുന്ന വലഭാഗത്തുള്ള സൈറ്റിൽ ആ പള്ളിക്കുള്ള കുറ്റിയടി ഇന്നലെ 9 മണിക്ക് 11 മണിക്ക് ഖുദൂവത്തു സാദാത്ത് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ അവറുകൾ ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു പള്ളിയുടെ കുറ്റിയടി നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഷരീഫ് സഖാഫിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടിയുള്ള മസ്ജിദിന്റെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാകട്ടെ. അതിലുണ്ടാകുന്ന ഇബാദത്തുകളും അതിലുണ്ടാകുന്ന എല്ലാ ഖൈറാത്തുകളുടെയും സവാബുകൾ ജീവിതം മുഴുവനും മരണം വരെ ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ലഭിച്ച് അത് കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറിന്റെയും സലാമത്തിന്റെയും സബറിന്റെയും വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇത് സഹിക്കാനുള്ള ശക്തിയും ഈ മുസീബത്തിന്റെ പേരിലുള്ള സവാബും അല്ലാഹു നൽകട്ടെ. അദ്ദേഹത്തിന്റെ അളിയൻ നൗഫൽ മദനി, അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറാണ്. സജീവമായി അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മക്കളും മറ്റു മരുമക്കളും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ 40 ദിവസം സംഘടിപ്പിച്ച ഈ ദുആ മജ്ലിസിന്റെ ഓരോ ഹർഫുകളുടെയും പ്രതിഫലം അല്ലാഹു ഷരീഫ് സഖാഫിയുടെ ഖബറിലേക്ക് എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.